Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. പ്രയർ ആരാണ്? പ്രയർ Bada, ma'am. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the world, the beneficent, the merciful. Honor of the day of judgment, we worship, we astray. Guide us the right path, guide us the right path. In the name of God, in the name of God, the beneficent, the merciful. Praise be to God, Lord of the world, the beneficent, the merciful. Thank you, Miss. Okay. Then signing. Good afternoon, all. First of all, I would like to welcome our teacher, Ashwari ma'am, to the session. I especially welcome all of you. Thank you for all joining us here today's class. Get ready for a memorable time and great experience. Okay. Then thought of the day. Thought ആരാണ്? തോട്ട് ഒരാൾ പറയൂ കേട്ടോ. തോട്ട് പറയൂ. ഓക്കെ, നമ്മള് ഏതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? ഏത് ചാപ്റ്റർ ആയിരുന്നു? ഓർമ്മയില്ലേ? Institution planning. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങില് നമ്മള് ടീച്ചർ ടൂർ വരെയാണല്ലേ പറഞ്ഞത്? Yes, Miss. ഓക്കെ ഓക്കെ, ഈ ഒരു പാരഗ്രാഫും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമ്പസിന് അകത്ത് നടന്ന പ്രോഗ്രാമുകള്, അതുപോലെ ക്യാമ്പസിന് പുറത്ത് കുട്ടികളെ കൊണ്ടുപോകുന്ന ചില പ്രോഗ്രാംസുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് അത് പറഞ്ഞായിരുന്നോ? കളക്ഷൻ വർക്കുകളുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നോ? ടീച്ചർ ടൂറില് ബിസൈഡ്സ് ദ പ്രോഗ്രാം ആ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഇൻ ഓൾ ദ എബോ കേസസ് ആ ഒരു പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. റീഡ് ചെയ്ത് കഴിയെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.
ആരെങ്കിലും? കൃഷ്ണപ്രിയ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Yes, ma'am. ഓക്കെ. Beside the program is two types. One is inside the campus, like രണ്ട് ടൈപ്പ് ഓഫ് ടൂർ പോകുന്നുണ്ട്. ഒന്ന് ക്യാമ്പസിന്റെ അകത്ത് തന്നെ ഫിലിം ഷോ, പെപ്പറ്റ് ഷോ അങ്ങനെയുള്ള ഇതൊക്കെ കാണിച്ചിട്ട്, പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദി ക്യാമ്പസ് ആണ്. ചിൽഡ്രൻസിന് സർക്കസ്, കുട്ടികളുടെ സിനിമ ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതൊക്കെയാണ്. പിന്നെ ടീച്ചേഴ്സ് പൈസ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ട് ഒരു നോട്ട്ബുക്കിൽ എൻട്രി ചെയ്ത് വെക്കണം. ഡെയിലി കളക്ട് ചെയ്യുന്നതും വിത്ത് ഡേറ്റും സ്റ്റുഡൻസിന്റെ നെയിമും വെച്ചിട്ട് വേണം അത് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ആ എന്തിന്റെ പൈസയാണെന്നുള്ള കാര്യം ഹെഡിങ്ങിൽ കൊടുക്കണം. ടോട്ടൽ എമൗണ്ട് ആയിട്ടതിന് ശേഷം അത് വേർഡ്സിൽ എഴുതി വെക്കണം. അതിന്റെ ബില്ല് സൂക്ഷിച്ച് വെക്കണം. ഓക്കെ. അതായത് ടീച്ചർ ഇപ്പം എന്ന് പറയുന്ന വ്യക്തി ഫീസുകൾ ധാരാളം കളക്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ഫീസുകൾ, ധാരാളം കാര്യങ്ങൾക്ക് ഫീസുകൾ കളക്ട് ചെയ്യാം. അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം? ഒരു നോട്ട് ബുക്കിൽ എന്ത് ചെയ്യണം? അത് എൻറ്റർ ചെയ്ത് വെക്കണം അല്ലെ. അതിനകത്ത് എന്താണ്, എവിടെ നിന്നാണ്, അതായത് ഏത് ഡേറ്റിലാണ് ആ ഒരു ഫീസ് കളക്ട് ചെയ്തത്, ആ ഒരു കാര്യം എൻറ്റർ ചെയ്തിരിക്കണം. അതുപോലെ സ്റ്റുഡൻസിന്റെ പേരുകൾ, ആരൊക്കെയാണ് ഫീസ് കൊടുത്തിട്ടുള്ളത് അവരുടെ പേരുകൾ എൻറ്റർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ എത്ര രൂപയാണ് കളക്ട് ചെയ്തത് ആ ഒരു കാര്യം കൂടി എൻറ്റർ ചെയ്തിരിക്കണം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഹെഡിങ്ങിലായിരിക്കണം പ്രധാനമായിട്ട് വരുന്നത് കേട്ടോ. ഡേറ്റ്, അതുപോലെ സ്റ്റുഡന്റിന്റെ പേര്, അതുപോലെ തന്നെ ആ ഒരു എമൗണ്ട്, പിന്നെ അതുപോലെ തന്നെ പർപ്പസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എമൗണ്ട് മേടിക്കുമ്പോൾ എന്താണ്, ടോട്ടൽ വേർഡ്, അതായത് ടോട്ടൽ എമൗണ്ട് വേർഡ്സിലും അതുപോലെ തന്നെ നമ്പേഴ്സിലും എഴുതണം. അപ്പൊ നമ്മൾക്ക് അറിയാലോ, ബാങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോഴായാലും ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴായാലും ഒക്കെ നമ്മൾ എമൗണ്ട് വേർഡ്സിലും എഴുതും, നമ്പേഴ്സിലും എഴുതും. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ ബിൽ നമ്പർ ഉണ്ടെങ്കിൽ അത് സീരിയൽ നമ്പർ, അതുപോലെ സ്റ്റുഡൻസിന്റെ, അതായത് ബില്ലൊക്കെ ആണെങ്കിൽ അത് പ്രധാനമായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും രേഖപ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് വായിക്കാം കേട്ടോ. ഒരു പേജ് മൊത്തമേ ഒന്ന് റീഡ് ചെയ്യാം. ടേക്കിംഗ് പാർട്ട് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്, അതിന്റെ സബ് ഹെഡിങ് ആണ് 5 പോയിന്റുകൾ വരുന്നത്. അതൊന്ന് ഫുൾ ആയിട്ട് വായിക്കാം കേട്ടോ.
വായിച്ചു കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമെങ്കിൽ ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മിസ് ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ രശ്മി, പറഞ്ഞോളൂ. ടേക്കിംഗ് പാർട്ട് ഇൻ ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്സ്. പാരഗ്രാഫ് വായിക്കണം മിസ്. പാരഗ്രാഫ് വായിച്ചോളൂ. The teacher should think of school as a home. When a function is celebrated in the home, everyone gets some part in the function. Besides, when a function is resolved to be celebrated in a school or a meeting is decided to be conducted in a school, the teacher has a part in it. The wanted work to be shared in the function and meetings are. ഇതിനകത്ത് പറയുന്നത് ഒരു സ്കൂൾ ഫംഗ്ഷനിലോ മീറ്റിങ്ങിലോ എന്തൊക്കെ പാർട്ടാണ് ഒരു ടീച്ചർ എടുക്കേണ്ടതെന്നുള്ളതാണ്. ഒരു ടീച്ചർ സ്വന്തം വീട് പോലെ തന്നെയാണ് സ്കൂളിനും കാണുന്നത്. നമ്മുടെ വീട്ടിലാണ് ഒരു ഫംഗ്ഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ ഫംഗ്ഷന് വേണ്ടി നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ ഒരു സ്കൂളില് ഒരു സെലിബ്രേഷനോ അല്ലെങ്കിൽ സ്കൂളിലൊരു മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസോ നടക്കുമ്പോൾ ടീച്ചേഴ്സും അതിനകത്തൊരു പാർട്ടാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വർക്ക് ഉണ്ടോ അത് ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്ത് എല്ലാ ടീച്ചേഴ്സും അതിന്റെ ഓരോ പാർട്ടായിട്ട് അവരുടെ ഡ്യൂട്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. അതിൽ ഫസ്റ്റ് സെഷൻ അറേഞ്ചിങ് ദ VIP, ഇൻവിറ്റേഷൻ കമ്മിറ്റി.
VIPs-നെ അറേഞ്ച് ചെയ്യുക, സ്വാഗത കമ്മിറ്റി എന്ന് പറയാം. One or few teachers who take the work are capable of not only getting the date from VIPs, they should only do the work of printing invitations and issuing them. They should meet the VIP again to make arrangements for their arrivals, retreat, and they are only responsible for the moment and refreshment for the invited person. ഈ ഇൻവിറ്റേഷൻ കമ്മിറ്റിയിലുള്ള ടീച്ചേഴ്സ് ആണ് നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമിന് ഏതെങ്കിലും VIP ഗസ്റ്റുകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡേറ്റ് അറേഞ്ച് ചെയ്യുക, അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് ഡേറ്റ് അവരുടെക്ക് വരാൻ സൗകര്യം ഉണ്ടോ എന്ന് അറേഞ്ച് ചെയ്യുക. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്റേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ട് അത് ഗസ്റ്റിന് കൊണ്ട് കൊടുക്കുക. പിന്നെ അതുപോലെ അവർ വരുന്ന വീണ്ടും നമ്മൾ ഗസ്റ്റിനെ പോയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെ ഓർമ്മപ്പെടുത്തുക, ഇന്ന ഡേറ്റിലാണ് നമ്മുടെ ഫംഗ്ഷൻ ഓർമ്മപ്പെടുത്തുക. പിന്നെ അവർ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള റിഫ്രഷ്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻവിറ്റേഷൻ കമ്മിറ്റിയിലുള്ള ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്. One of the few teachers taking this in charge should be responsible only for mile arrangements. She should not move further up the stage. Others of the stage arrangement should take care of decoration, seating arrangements, etc. If the screen is used, a teacher on each side of the screen should not move away till the end. രണ്ടാമത്തത് സ്റ്റേജ് അറേഞ്ച്മെന്റ് ആണ്. കുറച്ച് ടീച്ചേഴ്സ് സ്റ്റേജ് അറേഞ്ച്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഡെക്കറേഷൻ, അതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് റെഡിയാക്കുക എന്നുള്ളതൊക്കെയാണ് സ്റ്റേജ് അറേഞ്ച്മെന്റിന്റെ അണ്ടറിൽ, ആ കമ്മിറ്റിയുടെ അണ്ടറിൽ വരുന്ന ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി. പിന്നെ അതിൽ കർട്ടൻ വെക്കുന്ന രീതിയിലത്തെ സ്റ്റേജ് ഒക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 2 ടീച്ചേഴ്സ് 2 സൈഡിൽ നിന്നിട്ട് അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോഗ്രാം തീരുന്നത് വരെ അവർ 2 സൈഡിലും അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ടതാണ്. Third one, drinks and edible arrangement. The teachers of this charge should perform the work of purchasing, preparing, allocation and cleaning the vessels. They should keep proper vouchers and hand over them to principal. മൂന്നാമത്തത് ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്സ് ആണ്. ഈ കമ്മിറ്റിയുടെ അണ്ടറിൽ വരുന്ന ടീച്ചേഴ്സ് ആണ് ഫുഡും അങ്ങനത്തെ എഡിബിൾ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യേണ്ടതും അത് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ സെലിബ്രേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതും ഒക്കെ അവരുടെ ഡ്യൂട്ടിയാണ്. പിന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് അത് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. പക്ഷെ അവര് ഈ പർച്ചേസ് ചെയ്യുന്ന ഓരോ സാധനത്തിനും പ്രോപ്പർ ആയിട്ടുള്ള വൗച്ചേഴ്സ് സൂക്ഷിക്കേണ്ടതാണ്. അവസാനം അത് പ്രിൻസിപ്പലിന് ഹാൻഡ് ഓവർ ചെയ്യുകയും വേണം. Fourth one, peacekeeping. In many schools, when the meeting is started, the teach align in a row and sit together, which is wrong thing. Those who are not having the prime work of inviting the VIP, stage arrangements and any other dispersed work, it is indirect that they are given peacekeeping duty. They should not only stand on both sides of meeting hall at a gap with each other, but also in the center and few at the gate. ഇത് മൂന്നാമത്തെ. ഫോർത്ത് വൺ പറഞ്ഞാൽ പീസ് കീപ്പിംഗ് എന്നുവെച്ചാൽ പീസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാകാതെ കുട്ടികൾ ടീച്ചേഴ്സ് എല്ലാം ഒരിടത്ത് പോയി ഇരിക്കാതെ കുട്ടികളുടെ ഇടയിലൊക്കെ നിന്നും സൈഡുകളിലൊക്കെ നിന്നും കുട്ടികൾ സൈലന്റ് ആയിട്ടൊക്കെ പ്രോഗ്രാം വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് ഒരു നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ഇടയ്ക്ക് നിന്ന് അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടാവും. അതിനെ നമുക്ക് പീസ് കീപ്പിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താം. ഫിഫ്ത്ത് വൺ, ഗേറ്റ് ഡ്യൂട്ടി. It is the police statement that the entry classrooms, urinal, toilets and other weak spots, the chance for the crime are there to take place. So 3 or 4 the teachers are allotted the gate attending work. They should go round the school including urinals and lavatories and check the student once in half an hour. 1 or 2 should ever be at the gate. ഇത് അഞ്ചാമതാണ് ഗേറ്റ് ഡ്യൂട്ടി. നമ്മുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷനോ പ്രോഗ്രാംസോ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും ആ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. ചില കുട്ടികൾ ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതെ ക്ലാസ് റൂമിൽ പിന്നെ അല്ലെങ്കിൽ ബാത്റൂമിൽ അങ്ങനത്തെ പ്ലേസുകളിലൊക്കെ മാറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ 2-3 ടീച്ചേഴ്സ് ഈ ഗേറ്റ് ഡ്യൂട്ടിയിൽ വന്നിട്ട് 2 പേര് ഗേറ്റിൽ നിൽക്കുക. പിള്ളേർ ഫംഗ്ഷന്റെ സമയത്ത് സ്കൂളിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഔട്ട്സൈഡേഴ്സ് അകത്ത് കയറുന്നുണ്ടോ എന്നൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ടീച്ചേഴ്സ് ഗേറ്റിൽ നിൽക്കുക.
പിന്നെ ക്ലാസ് റൂമില് യൂറിനൽസിലൊക്കെ ഹാഫ് ആൻ അവറിൽ ഓരോ അരമണിക്കൂറിലും സാറുമാര് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ആ ഒരു കമ്മിറ്റിയിലുള്ള ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. താങ്ക് യു മിസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പോ രശ്മി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അതായത് ചില ഫങ്ഷൻസുകള്, മീറ്റിംഗ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് ഒരു വീട് പോലെ തന്നെയാണ് ടീച്ചർ സ്കൂളിനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഇപ്പൊ വീട്ടിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്, അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, സ്കൂളിലും ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവര് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് അറേഞ്ചിങ് VIPs എന്ന് പറയുന്നത്, അല്ലെ, ഇൻവിറ്റേഷൻ കമ്മിറ്റി. അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോ VIPsനെ ക്ഷണിക്കുന്നുണ്ടാവാം, അല്ലെ. ആരൊക്കെയാണ്? ചിലപ്പോൾ സിനിമാ താരങ്ങളാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാവാം, അല്ലെ, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാവാം. അങ്ങനെ പലതരം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഇൻവിറ്റേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഒരു 3-4 ടീച്ചേഴ്സിനെ അതിനു വേണ്ടി മാത്രമായിട്ട് ഇടുകയും ചെയ്യും. അവരാണ് ഈ VIPsനെ നേരിട്ട് ഡയറക്റ്റ് പോയി ക്ഷണിക്കുന്നതും പിന്നെ അവരെ കൊണ്ടുവരുന്നതും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ VIPs ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, അവരെ പ്രത്യേകം കെയർ ചെയ്യേണ്ടതുണ്ട്, അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആര് ശ്രദ്ധിക്കേണ്ടതുണ്ട്, ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ അവർക്ക് റിഫ്രഷ്മെന്റിനുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്തിരിക്കണം, ചെയ്ത് കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് അറേഞ്ച്മെന്റിൽ വരുന്നത്, കുറച്ച് ടീച്ചേഴ്സിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതായത് സ്റ്റേജ് അറേഞ്ച്മെന്റിനായിട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്, അല്ലെ. അവരെന്ത് ചെയ്യും, അതായത് ആ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് സ്റ്റേജിന്റെ പിന്നിൽ 2 സൈഡിലുമായിട്ടും ടീച്ചേഴ്സ് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതായത് പ്രോഗ്രാംസ് ഓരോന്നും നടക്കുമ്പോൾ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പ്രോഗ്രാമിലേക്ക് കുട്ടികളെ കയറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ ടീച്ചേഴ്സ് അവിടെ സ്റ്റേ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ടീച്ചേഴ്സ് തന്നെയാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ്, അതായത് ടീച്ചറുടെ മറ്റൊരു ജോലി എന്ന് പറയുന്നത് ഇത്തരത്തിൽ, അതായത് ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സമയത്ത് VIPsനായാലും അല്ലെങ്കിൽ മറ്റു പല വിശിഷ്ടാതിഥികൾക്കുമായിട്ടൊക്കെ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ധാരാളം അല്ലെ പാനീയങ്ങൾ കൊടുക്കാം, ഡ്രിങ്ക്സ് കൊടുക്കാം, അതുപോലെ സ്നാക്സ് പോലുള്ള ഐറ്റംസ് ഒക്കെ കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം, വെസൽസ് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഇനി അതിന്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ സൂപ്പർവിഷൻ കൊടുക്കുന്നത് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പീസ് കീപ്പിംഗ്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്, അതായത് സമാധാന പരിപാലനം എന്ന് പറയുന്നത്, അല്ലെ. ഈ ഒരു സ്കൂളില് കുട്ടികളുടെ ഇപ്പോ VIPs ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു റഷാണ് അവിടെ ഉണ്ടാവുക, അല്ലെ. ഭയങ്കര തിക്കും തിരക്കും ഉണ്ടാവും. ഇവരെ കാണുന്ന, ഇപ്പൊ സിനിമാ താരങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം കുട്ടികൾ ഭയങ്കരമായിട്ട് കൂട്ടം കൂടി നിൽക്കും, അവരെ കാണാനും അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഗേറ്റ് ഡ്യൂട്ടി ആണ്. ഇത് പോലീസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പോലീസ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്, പോലീസിന്റെ ഒരു കൺക്ലൂഷൻ അനുസരിച്ച് ഏറ്റവും കൂടുതൽ സ്കൂളില് കുറ്റകൃത്യങ്ങൾ അഥവാ കുട്ടിക്കുറ്റവാളികൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അത് യൂറിനൽസ്, ടോയ്ലറ്റ്സ്, അതുപോലെ മറ്റ് വീക്കായിട്ടുള്ള സ്പോട്ടുകളുണ്ട്, ആരും ശ്രദ്ധിക്കാത്തതായിട്ടുള്ള സ്കൂളിന്റെ ചില ഏരിയകളുണ്ട്. അവിടെയൊക്കെയാണ് കൂടുതൽ ക്രൈമുകൾ നടക്കുക. ചെറിയ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ചെയ്യുക. അപ്പൊ ഇത്തരത്തിലൊരു സ്ഥലം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏരിയകളിൽ ടീച്ചേഴ്സ് എപ്പോഴും എന്ത് ചെയ്യണം, പ്രത്യേകം ഒരു അറ്റൻഷൻ കൊടുക്കണം. അതുപോലെ തന്നെ സ്കൂൾ മൊത്തം റൗണ്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഗേറ്റിന്റെ അവിടെ ആയാലും എന്ത് ചെയ്യണം, വാച്ച് ചെയ്യണം, ആരൊക്കെയാണ് അകത്തേക്ക് പോകുന്നത്, ആരൊക്കെയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്തിരിക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണ് ചെയ്യേണ്ടത്. ഇത് ഒരു ടീച്ചർക്ക് മാത്രമായിട്ടല്ല ഈ ഡ്യൂട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരു സ്കൂളില് ഒരു 20 ടീച്ചർ ഉണ്ടെങ്കിൽ ആ 20 ടീച്ചർക്കും കൂടി ഡിവൈഡ് ചെയ്തിട്ടാണ് ഇവർ ഈ ജോലികൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? ഞാനൊരു 10 മിനിറ്റ് സമയം തരാം. ഇതിന്റെ സമ്മറി ഒന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പൊ 10 മിനിറ്റ് സമ്മറി. എല്ലാവരും ഓക്കെ ആണോ?
നമ്മളിപ്പോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്ത് തീർന്നത്. അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് സമ്മറി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, 10 മിനിറ്റ് മതിയോ? 10 മിനിറ്റ്സിൽ തീർക്കാൻ പറ്റുമെന്ന് നോക്ക് കേട്ടോ. എല്ലാവരും തന്നെ എഴുതുക, ആരും എഴുതാതിരിക്കരുത് കേട്ടോ. ഇംഗ്ലീഷിലായിരിക്കണം എഴുതേണ്ടത്.
എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഓരോരുത്തരായിട്ട് വായിച്ചോളൂ കേട്ടോ. രശ്മി റീഡ് ചെയ്തോളൂ. Institutional planning. It is a systematic way to plan and program for the development of an institution. Improvement in the outcome of students and development of teachers are the main objectives. Planning is the responsibility of the school head. The main factors including plannings are work factor, staff factor, cost factor, time factor, and equipment factor. Next point is financial assistant. Financial management deals with school finance, budget, and accounting. It is managed by school head. School finances are assigned to assigned to the money needed to pay staff, institution maintenance, etc. Budget refers to the financial plan of a year, which include expected revenue and expenditure. All financial dealings must be recorded. Financial responsibilities of a school head are mainly prepare the budget, supervise the revenue and expenditure, collect various fees like tuition fees and other fees, invigilate the accounting section carefully, etc. Then different types of fees collected in a school. First one, opening fee. Opening fee is a special type of fees like library fee, admission fee, books and notebook fee, etc. That is collected and in the starting of an educational year. Second one is tuition fee or monthly fee. This tuition fee is not taking for school hours. It is collected for the salary of the teachers, for the general monthly salary of the teachers. Then third one is exam fee. Exam fee is collected for the proper for the paper printing cost, answer paper, thread needs, and other exam needs. Fourth one is uniform fee. Uniform fee is collected mainly, generally it collected the starting of the academic year. It is collected yearly once. Some schools collected later in July. Next one is tour and function program fees. They are not fixed fees. Tour, they are changes according to the type of tour and functions. Tours will be 4 types: general tour or long tour, local tour, Russian kind tour, teacher tour. Explain, Jana, miss. വേണ്ട. Just Then
The last part is today we discussed about taking part in a function and meetings. It deals with the function of a teacher in the school when a celebration or a meeting is decided to be conducted. The main functions are arranging the VIPs, stage arrangements, drinks and edible arrangement, peacekeeping, and gate duty. Thank you. Okay, very good, Tishu. Then next ആരാണ് എഴുതിയിരിക്കുന്നേ? ഞാൻ വായിക്കാം മാം. Institutional planning. Institutional planning refers to the systematic process of organizing and managing all activities of an educational institution to achieve specific goals. It ensures effective utilization of resources, smooth functioning of academic and non-academic activities, and quality education. Factors influencing institutional planning: work factor, the nature and volume of work to be done within the institution, such as academic programs, events, and co-curricular activities. Cost factor, availability and proper allocation of financial resources for various activities. Time factor, proper scheduling and time management to execute plans within the academic calendar. Then financial assistance. Financial planning is essential for smooth operation. Institutions may seek support through the government grants, donations, or community contributions. Financial responsibilities of the school head. The head of the institution is responsible for managing all financial matters with transparency and accountability. These includes opening fees, initial admission charges, tuition fees or monthly fees, regular charges for academic instruction, exam fees collected for conducting examinations, uniform fees for providing standard dress to students, two functions and programs fees, charges for events, educational tours and celebrations. Then types of tours and activities: general or long tour, extended educational trips, local tour, short visits within the local area, Russian kind of tour or outdoor classes, learning sessions conducted outside classrooms, teacher tour, educational or recreational tours for teachers. Organizing functions and meetings. Proper planning is required to conduct school functions and meetings. Responsibilities includes arranging VIPs and invitation committee, inviting and welcoming guests, stage arrangements, setting up the stage for events, drinks and edible arrangements, refreshments for guests and participants, peacekeeping and gate duty, maintaining order and security during events. Institutional planning is the backbone of effective school management. It requires careful consideration of work, cost, and time factors, along with the proper financial management and systematic organization of academic, cultural, and recreational activities. Thank you, ma'am. Okay, very good. Then ഇനി ആരാണ്? മനസ്സിലായി. Institutional planning. Institutional planning means is a systematic way to plan and program for the development of an institution. Some objectives: improvement in the outcomes of students' teaching learning method, co-curricular activities, and professional development of teachers. Planning. It is the responsibility of a school head. It is emphasized reasoning in advance about the development of a school. Planning means getting things done. As a successful planning, specific what work is done by, why, when, how, and when it will done, and when will be able. Factors influence planning: work factor, cost factor, time factor, staff factor, equipment factors. Financial assessment. The principles of the principal or the head in the institute, other teachers will not be given the work or salary disbursement of making financial decision. Financial responsibility of school head. The major financial responsibility of school head to prepare the school financial policies or school budget, supervise whether the allocation in the school budget and spent to in account with the financial regulation or logistics, to collect the earnings such as tuition fee, tuition deposit, exam fee, uniform fee, and so on. Whether records are carefully kept for all time in expense.
to whether payment and made of to teachers, staff, and others. Uh, the fees collection only. The fees are collected in the following head: opening fees, tuition fee or monthly fee, exam fee, uniform fee, tuition funds and so program fee. This explanation കൊടുക്കണോ? ആ വേണമെങ്കിൽ വായിച്ചോളൂ. Opening fee, special fee, library fee, admission fee, book and notebook fee are the other fee which are collected for starting or educational year with the constituent. Uh, Tuition fee, it is not a tuition fee. She's taking out of the school hours. The generally monthly fees of which salary is paid. Schools they are receiving in the term fee. Exam fee, the question paper, printing cost and answer paper, thread and other needs. Fees are called as these fees are called as exam fee. For all the exam together are separately for quarterly, half yearly or an annual. Uniform fee, it is collected in the starting itself. In some school, they are collected in later July. Collected one of the year, teachers should be very careful. Uh, Calculating separate for the belt, separate for the shoes, and so on. Tour function and program fee, they are not a fixed fee. The management, the teacher act in this way. In some school, they are not conducted or any tour at all. Tour will be tours will be four type: general tour or long tour, local tour, Asian kinds of tour, teachers tour. General, it is a long place arranged by the correspondent, enter in the expert of participants once a year. Local tour, a place within the town like a zoo, botanical garden, circus, child film, etc. Asian kind of tour, this type of otherwise is called walking tour. The teacher take her on class students out of the hike. Teachers tour, this tour is arranged by the correspondent. In all about tour is less or less. Taking part in functions and meetings. The teacher should think, decide when a function is resolved to the celebrating in a school or meeting is decided to be conducted in a school. The teacher has part in it. They wanted to work to be shared in the function and meetings are arranging the VIPs, invitation committee, stage arrangement, drinks and edible arrangement, peacekeeping, and gate duty. Okay. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ വായിക്കാനായിട്ട്? റീഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തായിരുന്നോ? ആരെങ്കിലും എടുത്തോ? ഏതെങ്കിലും ടീച്ചേഴ്സ് എടുത്തായിരുന്നോ? ഇല്ല മിസ്സേ. ഇല്ല ഇല്ല അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ ആ 2 പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ, മൈൻഡിലൊന്ന് റീഡ് ചെയ്തേ.
നമുക്ക് നോക്കാം അല്ലെ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്. ടീച്ചേഴ്സ് themselves are passing the knowledge only, but in the process of education, it passes so much information to the students. That is communication. The teacher has to be indirect not only with the students but also with the parents, co-teachers, administrators and so on. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുന്നുണ്ടോ? സ്ക്രീനിൽ എന്തെങ്കിലും ബ്ലർ പോലെ തോന്നുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ല, കറക്റ്റ് ആവുന്നുണ്ട് അല്ലെ? ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് എനിക്ക് അതൊക്കെ ക്ലിയർ അല്ലാത്ത പോലെ. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവര് നോളജ് ആണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത് അല്ലെ? ആർക്കാണ് നോളജ് പാസ് ചെയ്യുന്നത്? ടീച്ചേഴ്സ് ആർക്കാ പാസ് ചെയ്യുന്നത്? സ്റ്റുഡൻസിന് അല്ലെ? ഓക്കെ, അപ്പൊ നോളജ് മാത്രമല്ല കുറച്ച് ഇൻഫോർമേഷൻസ്, മറ്റു പല അറിവുകളും കൂടി ആര് പാസ് ചെയ്യുന്നുണ്ട്? ടീച്ചർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നേ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ് സ്റ്റുഡൻസിനോട് കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അല്ലെ? എന്നാൽ മറ്റുള്ളവരോടും കൂടി, അതായത് പാരന്റ്സിനോടും കോ ടീച്ചേഴ്സിനോടും സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും കൂടി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഒരു പാട്ടായിട്ട് അത് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് ആര്? ടീച്ചർ എന്ന് പറയുന്നത്. സ്റ്റുഡൻസുമായിട്ട് മാത്രമല്ല, ആരൊക്കെയായിട്ടാണ്? പാരന്റ്സുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കോ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷനിൽ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ്? സിമ്പിൾസ് ആൻഡ് വേർഡ്സ് ഓഫ് ജെസ്റ്റർ ആണ് അല്ലെ? അതായത് ധാരാളം അടയാളങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, അതുപോലെ ആക്ഷനുകൾ കാണാൻ പറ്റും അല്ലെ? അപ്പൊ ഇത്തരത്തില് എന്താണ്, ആക്ഷൻസിലൂടെയോ അല്ലെങ്കിൽ സിമ്പിൾസിലൂടെയോ ഒക്കെ നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും, ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലെ, ക്ലാസ് എടുക്കുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്, ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? ഹാൻഡ് ഇങ്ങനെ റേസ് ചെയ്യുന്നത്, കാരണം അത് ഞാനൊരു സിമ്പിൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം കുറച്ചും കൂടി ക്ലാരിറ്റിയിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ റേസ് ചെയ്യുന്നത് അല്ലെ, ഹാൻഡ്. ഓക്കെ, അപ്പോ ഏതൊരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സിമ്പിളിന് ഒരു മീനിങ് ഉണ്ടാകും. ഓക്കെ, ഞാനിപ്പോ നിങ്ങളോട് ഇങ്ങനെ കാണിക്കുവാണ്, നമസ്തേ പറയുവാണ് അല്ലെ? എന്താണ് അതിനർത്ഥം? മീനിങ് എന്താ? ഈ സിമ്പിളിന്റെ മീനിങ് എന്താ? എന്താ മീനിങ്? നമസ്കാരം. നമസ്കാരം പറയണം. അപ്പൊ ഏതൊരു സിമ്പിൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള സിമ്പിൾസ് യൂസ് ചെയ്യാം. ആ ഓരോ സിമ്പിൾസിനും ഓരോ തരത്തിലുള്ള മീനിങ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ലാംഗ്വേജിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട് അല്ലെ? നമുക്കൊരു ഭാഷയുണ്ട് അല്ലെ? ആ ഭാഷയിലൂടെയും എന്ത് ചെയ്യാം? ആ ലാംഗ്വേജിലൂടെയും നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോ ലാംഗ്വേജ് സഹായിക്കുന്നുണ്ട്, സിമ്പിൾസ് സഹായിക്കുന്നുണ്ട്, ആക്ഷൻസ് ഒക്കെ കമ്മ്യൂണിക്കേഷന് സഹായകമാകുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അത്രയുമാണ് ആ ഇൻട്രൊഡക്ഷൻ പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ കേട്ടോ നിങ്ങള്. പാസിംഗ് ദ ഇൻഫോർമേഷൻ ടു അതേഴ്സ്, കമ്മ്യൂണിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ ദ ടീച്ചർ ഹാസ് ടു ബി ഇൻഡയറക്ട് നോട്ട് ഓൺലി വിത്ത് ദ സ്റ്റുഡൻസ് ബട്ട് ഓൾസോ വിത്ത് ദ പാരന്റ്സ്, കോ ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് സോ ഓൺ. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് ദ യൂസ് ഓഫ് സിമ്പിൾസ് ആൻഡ് എ വേർഡ് ഓഫ് ഗസ്റ്റേഴ്സ്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് ദ യൂസ് ഓഫ് സിമ്പിൾസ് ആൻഡ് എ വേർഡ് ഓഫ് ഗസ്റ്റർ. ഓക്കെ, ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? ആരാണ് സൈൻ ഔട്ട്?
സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? സൈൻ ഔട്ട് പറയൂട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്, ഒരു കാര്യം ചോദിക്കാനുണ്ട്.